സ്റ്റേജസ് ഓഫ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. എഴുതിയില്ലേ? നമുക്കൊരു ടേബിൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അതിൽ 3 സ്റ്റേജാണ് ഉള്ളത്, അല്ലെങ്കിൽ 3 കേസസ് ഉള്ളത്. ടേബിൾ ഇങ്ങനെ കേട്ടോ, ശ്രദ്ധിച്ചോ. ഇതെല്ലാം കവർ ചെയ്യുന്ന സാധനം. കാരണം നമുക്ക് ഓൾറെഡി കുറേ കാര്യങ്ങൾ അറിയാം, അതുകൊണ്ടാണ് എല്ലാം കൂടെ സമ്മപ്പ് ചെയ്ത് ചെയ്യുന്നത്. ഒന്ന്, ഒരു പർട്ടിക്കുലർ കോളം കൂടാതെ 3 വേണം. ഓക്കെ, പർട്ടിക്കുലർ അത് കൂടാതെ 3. നമുക്ക് ഈ ടേബിൾ വരയ്ക്കും ചെയ്യാം. ടേബിളിന് കുറച്ച് റെഫറൻസ് ആയിട്ട് അടിയിൽ എന്ത് ചെയ്യുക, എക്സാമ്പിളുകൾ എഴുതിയും പോവാം. ഓക്കെ, ടേബിൾ മാത്രം നോക്കി നമുക്ക് മനസ്സിലാവാൻ പ്രയാസം. പറയട്ടെ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ നിങ്ങൾ. ഓക്കെ, ഒരുമിച്ച് വേണമെങ്കിൽ വരയ്ക്കാം, കുഴപ്പമില്ല അല്ലേ? എഴുതി കഴിഞ്ഞിട്ട് മതിയോ? ഒരുമിച്ച് ചെയ്യാം. എന്നാൽ എന്തെങ്കിലും തീരുമാനിക്കും കഴിഞ്ഞിട്ടാ. അപ്പോൾ ഫസ്റ്റ് കേസ് ഏതാ? 1, അല്ലെങ്കിൽ കേസ് എ എന്നിടാം എളുപ്പത്തിന്. പിന്നെ കേസ് ഏതാ? ബി ആവും. പിന്നെ കേസ് ഏതാ? സി ആവും. കേസ് എ എന്ന് പറഞ്ഞാൽ ബിഫോർ ഏതാണ്? ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യുക? റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ചെയ്യാം. കേസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പറയും, ആഫ്റ്റർ ട്രയൽ ബാലൻസ് ബട്ട് ഏതാണ്? ബിഫോർ ഏതാ? ഫൈനൽ അക്കൗണ്ട്സ്. എഫ് എന്ന് ഉദ്ദേശിച്ച് ഫൈനൽ അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ട്രേഡിംഗ് P&L അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപേ. കേസ് സി എന്ന് പറഞ്ഞാൽ ഏതാ? ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട്സ്. ഓക്കെ അല്ലേ? ഒരുമിച്ച് ചെയ്തു പോവാം. എഴുതിക്കുക, നല്ല പെട്ടെന്നാവട്ടെ. വരയ്ക്കുക, ചെയ്തു. സ്കെയില് വരച്ചാ ഹെഡിങ്ങായി. ഓക്കെ അല്ലേ? ക്ലിയർ? ഫസ്റ്റത്തെ ചോദ്യം, സസ്പെൻസ് അക്കൗണ്ട് വേണോ വേണ്ടേ? അതാണ് ഒന്നാമത്തെ പർട്ടിക്കുലറിൽ. അതെഴുതിയിട്ട് നമ്പർ 1, ഈസ് ഇറ്റ് റിക്വയർഡ് എന്ത് റിക്വയർഡ്? സസ്പെൻസ് അക്കൗണ്ട്. ഈസ് ഇറ്റ് റിക്വയർഡ് സസ്പെൻസ് അക്കൗണ്ട്? പറയും. കേസ് എയിൽ ആവശ്യമുണ്ടോ? ഇല്ല. കേസ് ബിയിൽ ഉണ്ട്. കേസ് സിയിലും എന്താണ്? ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാ അടിയിൽ വരച്ചോ കഴിഞ്ഞ് നമ്പർ 2,
സിംഗിൾ സൈഡഡ് എറർ. സിംഗിൾ സൈഡഡ് എറർ. സിംഗിൾ സൈഡഡ് എറർ. ഓക്കെ. ഏത് ടൈപ്പ് എറർ ആവട്ടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിംഗിൾ സൈഡഡ് വരണമെങ്കിൽ എറർ ഓഫ് പ്രിൻസിപ്പിളിൽ സിംഗിൾ സൈഡഡ് എറർ വരുമോ? ഇല്ല. ഫുൾ കംപ്ലീറ്റ് ഒമിഷനിൽ സിംഗിൾ സൈഡഡ് എറർ വരുമോ? ഇല്ല. പാർഷ്യൽ ഒമിഷനിൽ വരാം. എങ്ങനെ വരാം? പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് 10,000. പർച്ചേസ് അക്കൗണ്ടിൽ എന്തെഴുതി? 2 ക്യാഷ് എഴുതി. ഓക്കെ അല്ലേ? ക്യാഷ് അക്കൗണ്ട് എന്ത് ചെയ്തില്ല? ബൈ പർച്ചേസ് ചെയ്തില്ല. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുക? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ക്യാഷ് അക്കൗണ്ടിൽ ബൈ പർച്ചേസ് എന്ന് എഴുതിയിട്ടില്ലല്ലോ, അതെൻ്റെ എഴുതിയാൽ പോരെ? ക്ലിയർ അല്ലേ? അപ്പോൾ അതിൽ ഇനി ബൈ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് എഴുതരുത്. എഴുതുമ്പോൾ എന്താണ്, നമ്മൾ തെറ്റ് വന്ന കാരണം എന്ത് ചെയ്യണം? ബൈ എറർ ഏതാണ്? പാർഷ്യൽ ഒമിഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? എഴുതണം. ചുരുക്കി പറഞ്ഞാൽ സിംഗിൾ സൈഡ് എറർ ആണെങ്കിൽ, ബിഫോർ ട്രയൽ ബാലൻസ് ആണെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് ഇല്ല. സസ്പെൻസ് അക്കൗണ്ട് ഇല്ല എന്നതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കേണ്ടത് എന്തിൻ്റെ ആവശ്യമില്ല? ജേണൽ എൻട്രിയുടെ ആവശ്യമില്ല. റെസ്പെക്റ്റീവ് അക്കൗണ്ടിൽ എന്ത് ചെയ്താൽ മതി? അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എക്സാമ്പിൾ എഴുതുക, അതിന് മുൻപ് അതിൽ എഴുതുക. പോയിന്റ് എഴുതിക്കോ. ഫസ്റ്റ് ഇതിൽ കേസ് എയിൽ എഴുതിക്കോ. നോ ജേണൽ എൻട്രി. നോ ജേണൽ എൻട്രി റിക്വയർഡ്. നോ ജേണൽ എൻട്രി റിക്വയർഡ്. ഫുൾ സ്റ്റോപ്പ് ഇട്ട് അതിൽ തന്നെ എഴുതാം. അപ്രോപ്രിയേറ്റ് അക്കൗണ്ട് rectified by a posting only. എന്ത് ചെയ്താൽ മതി? ഒരു ലെഡ്ജറിൻ്റെ ജേണലിൻ്റെ ആവശ്യമില്ല, ലെഡ്ജറിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്താൽ മതി? കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? യെസ്. അപ്പുറത്തേക്ക് വരാം. അവിടെ ആര് വരും? സസ്പെൻസ് അക്കൗണ്ട് വരും. ഓക്കെ അല്ലേ? അവിടെ ആണെങ്കിൽ എങ്ങനെയാവും എൻട്രി വരുന്നുണ്ടാവുക? പറയാൻ പറ്റുമോ? അപ്പോൾ ഇതിന് നമുക്കൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യണം കേട്ടോ. എക്സാമ്പിൾ ഏതാണ്? എഴുതാം. എക്സാമ്പിൾ 1 അതിൻ്റെയാണ്. എഴുതി വെച്ചാൽ ഇപ്പോൾ താഴത്ത് നമ്മൾ എഴുതും. ഓക്കെ, ക്ലിയർ. അടുത്ത ഏതാ? അപ്പുറത്ത് ട്രയൽ ബാലൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട് വിൽ ഓപ്പൺ എന്ന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ അതിൽ എഴുതിക്കോ. റെലവൻ്റ് അക്കൗണ്ട് എഴുതാം. റെലവൻ്റ് അക്കൗണ്ട് rectified by applying suspense account. ഇനി ഇതെന്താണോ അത് തന്നെയാണ് ഇവിടെ സെയിം. ഓക്കെ അല്ലേ? സെയിം അല്ലേ? ബട്ട് അതിൻ്റെ അടിയിൽ എഴുതിക്കോ. ബട്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എഴുതാം. നോമിനൽ അക്കൗണ്ട് ആർ റീപ്ലേസ്ഡ് ബൈ പുതിയൊരു അക്കൗണ്ട് വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് ആർ റീപ്ലേസ്ഡ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് ആർ റീപ്ലേസ്ഡ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. പുതിയൊരു അക്കൗണ്ടാണ്. ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ഒന്ന് ക്ലോസ് ചെയ്ത് അവിടെ. തേർഡ് പോയിന്റ് എഴുതാം. ഡബിൾ സൈഡഡ് എറർ എഴുതിക്കോളൂ. ഡബിൾ സൈഡഡ് എറർ എഴുതിയില്ലേ? ഡബിൾ സൈഡ് ആണെങ്കിൽ ജേണൽ എൻട്രി ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ? അത് ബിഫോർ ആണെങ്കിലും ആഫ്റ്റർ ആണെങ്കിലും എല്ലാ കേസിലും എന്ത് ആവശ്യമുണ്ട്? ജേണൽ എൻട്രി ആവശ്യമുണ്ട്. എഴുതിക്കോളൂ. പാസ് ജേണൽ എൻട്രി.
എങ്ങനെയൊക്കെയുള്ള എൻട്രി എഴുതണം? നമുക്ക് എഴുതാം. നമ്പർ 1 ഏതാ? കറക്റ്റ് എൻട്രി. നമ്പർ 2 റോങ് എൻട്രി, ശരിക്കും എഴുതേണ്ട എൻട്രി, അവർ തെറ്റായിട്ട് എഴുതിയ എൻട്രി. മൂന്നാമത് ഏത് എൻട്രി എഴുതണം? റെക്ടിഫിക്കേഷൻ എൻട്രി. ആ പാറ്റേണിൽ പോകണം. കറക്റ്റ് എൻട്രി, റോങ് എൻട്രി, റെക്ടിഫിക്കേഷൻ എൻട്രി. ഓക്കെ അല്ലേ? ഡബിൾ സൈഡഡ് എറർ ആണെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല? സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ആവശ്യം ഇല്ല. അതൊരു പോയിൻ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് പ്രത്യേകം എഴുതി വെച്ചാൽ ഡബിൾ സൈഡഡ് എറർ അതിൻ്റെ ഇവിടെ വെച്ചാൽ നോ നീഡ് സസ്പെൻസ് അക്കൗണ്ട്. നോ നീഡ് സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, ദെൻ ഇവിടെ എന്തെന്നാണ്? സെയിം. അപ്പുറത്തും എന്തെന്നാണ്? സെയിം. പക്ഷെ നേരത്തെ അതേ പോയിന്റ് ഉണ്ട്. ബട്ട് nominal account should be replaced by profit and loss adjustment account. Should be replaced by profit and loss adjustment account. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ഞാനൊരു വെറൈറ്റി കാര്യം പറയട്ടെ. ഈ ടേബിളിൻ്റെ താഴത്തൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾ പറഞ്ഞു പോവാം. ഓക്കെ, എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2, എക്സാമ്പിൾ 3 അങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ ഒരു കറക്റ്റ് ഒരു കമ്പാരിസൺ കിട്ടുമല്ലോ. 3 കേസിലും പറഞ്ഞു പോവാം. റെഡി അല്ലേ? എഴുതാം, ഒരുമിച്ച് എഴുതാം. എക്സാമ്പിൾ 1. നമുക്ക് ആദ്യം ഏതിന് എക്സാമ്പിൾ കിട്ടണം? സിംഗിൾ സൈഡറിൻ്റെ അവിടെ എഴുതിക്കോ. എക്സാമ്പിൾ 1. അപ്പോൾ ഇതിൽ 3ലും ഓക്കെ അല്ലേ? ഈ എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്ലൈ ചെയ്യണോ? ഇപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യണം. എക്സാമ്പിൾ എഴുതാം. ഡിസ്കൗണ്ട് allowed was not posted to discount account rupees 300. 300 റുപ്യ ഡിസ്കൗണ്ട് കൊടുത്തത്. എന്താ എൻട്രി ഉണ്ടാവുക? ഡിസ്കൗണ്ട് അക്കൗണ്ട് അപ്ലൈഡ് ടു ക്യാഷ്. ജേണൽ എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ? എങ്ങനെ മനസ്സിലായി? പോസ്റ്റ് ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ. ഓക്കെ, അതും ക്യാഷ് അക്കൗണ്ടിൽ ബൈ ഡിസ്കൗണ്ട് എഴുതിയിട്ടുണ്ടാവുമോ? ക്യാഷ് അക്കൗണ്ടിൽ ബൈ ഡിസ്കൗണ്ട് എഴുതിയിട്ടുണ്ടാവുമോ? ചോദ്യത്തിന് മറുപടി. ക്യാഷ് അക്കൗണ്ടിൽ ബൈ ഡിസ്കൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാ?
എടോ എന്താണ് എത്ര സമയം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എവിടെയാണോ തെറ്റ് അതേ തെറ്റുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഏത് അക്കൗണ്ടിൽ എവിടെ വ്യത്യാസമുള്ളത്? ഡിസ്കൗണ്ടിൽ 2 ക്യാഷ് എഴുതിയിട്ടില്ല, ബാക്കി എല്ലാ ഏരിയയും പെർഫെക്റ്റാണ്. ട്രയൽ ബാലൻസിന് മുൻപേണെങ്കിൽ ഇത് ഏതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കൂല? സസ്പെൻസ് അക്കൗണ്ടിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? 100% ഞാൻ പ്രൂഫ് തരണോ? ഉറപ്പല്ലേ? 100% ഉറപ്പല്ലേ? ഉറപ്പാണ്. അപ്പോൾ എന്തു ചെയ്യാം? ഈ പ്രശ്നം എങ്ങനെ തീർക്കാം? എടോ നിങ്ങൾ ഡിസ്കൗണ്ടിൻ്റെ അക്കൗണ്ട് വരയ്ക്കണം. എന്നിട്ട് അതിൽ എന്തെഴുതണം? 2. ക്യാഷ് ഇനി എഴുതാൻ കഴിയില്ല, കാരണം ആ എൻട്രി നമ്മൾ വിട്ടുപോയതാണ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായുള്ളത്? എന്താണോ ഇവിടെ തെറ്റ് വന്ന് അത് എഴുതിയാൽ മതി. എന്താ തെറ്റ്? ഒമിറ്റ് ചെയ്തല്ലേ? 2 എന്താ? ഒമിറ്റഡ് ടു എന്താ? റെക്കോർഡ് അല്ലേ? അല്ലെങ്കിൽ ഒമിറ്റഡ് ടു പോസ്റ്റ്, അതാണല്ലേ? ഒമിറ്റഡ് ടു പോസ്റ്റ്. ക്ലിയർ? എന്താ അങ്ങനെ എന്ന് ചോദിച്ചാലേ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ 2 ക്യാഷ് എന്ന് എഴുതിയാൽ പോരെയെന്ന്. അപ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്. നമ്മളിത് ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഡിസ്കൗണ്ട് നടന്നത് ചിലപ്പോൾ ഒരു മാർച്ചിലൊക്കെയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇയർ എൻഡ് ഡിസംബർ ആട്ടാ, ഒരു ഒക്ടോബറിലൊക്കെ എന്ന് വിചാരിക്കാം. അപ്പോൾ അക്കൗണ്ടൻ്റ് എന്തെഴുതി? ഡിസ്കൗണ്ട് അലോഡ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? 2 ക്യാഷ് അല്ല. ഡിസ്കൗണ്ട് അലോ ചെയ്യുമ്പോൾ ആർക്കാണ് ഡിസ്കൗണ്ട് അലോ ചെയ്യുക? ആർക്കാണ് ഡിസ്കൗണ്ട് അലോഡ്? ക്രെഡിറ്റർക്കല്ലേ? ഇപ്പോൾ ക്രെഡിറ്റർ പേയ്മെൻറ്റ് നടത്തുമ്പോഴല്ലേ? ഇപ്പോൾ 2 ക്രെഡിറ്റർ എന്നാണ് വരിക. അപ്പോൾ എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാൻ എവിടെ? ഡിസ്കൗണ്ടിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കാൻ മറന്നു. അതും 5-6 മാസത്തിന് മുൻപേ നടന്ന തെറ്റാട്ടാ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മളുള്ള ഈ ഡേറ്റ് എന്നാ ഇടുക? 31 ഡിസംബറിലാണ്. ഇവിടെ ഡേറ്റ് ഉണ്ടാവില്ലേ ഡിസ്കൗണ്ടിൻ്റെ ലെഡ്ജറിന്? അതിൽ 31 ഡിസംബർ ഇടുക. അപ്പോൾ നിങ്ങൾ ഈ 2 ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതിയാൽ ആകും ഉണ്ടാവില്ലേ? ആവില്ലേ? നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരില്ലേ നിങ്ങൾ? അപ്പോൾ നേരെ മറിച്ച് 2 ഒമിറ്റഡ് ടു പോസ്റ്റ് എഴുതിയാൽ പ്രശ്നം തീർന്നില്ലേ? എത്ര എമൗണ്ട് എഴുതിയാൽ മതി? 300. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെ എഴുതുക? സെൻറ്റൻസ് ആയിട്ട് എഴുതുക. ഏതാ? ഡെബിറ്റ് ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ആസ് എന്ത് പറഞ്ഞിട്ട് എഴുതിയാൽ മതി? 2 ഏതാ? ഒമിറ്റഡ് ടു പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. എഴുതിക്കോ. ഓക്കെ. എന്നാലും നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ചെറിയൊരു ഡിസ്കൗണ്ട് അക്കൗണ്ട് വരച്ചിട്ട് എഴുതി വെച്ചാൽ ഒന്നുകൂടെ എന്താവും? പെർഫെക്റ്റ് ആവും. എഴുതിയാ? എന്താ അപ്പുറത്തെ എൻട്രി ഉണ്ടാവുക? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വിഷയം തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇക്കാരണത്താൽ ഇത് സിംഗിൾ സൈഡഡ് എറർ അല്ലേ? ഈ ഒരു എറർ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ട്രയൽ ബാലൻസ് എന്താവില്ല? ടാലി ആവില്ല. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ എൻട്രി എഴുതാൻ കൂടെ ആരുണ്ടാവും? സസ്പെൻസ് ഉണ്ടാവും, കൂട്ടുകാരനായിട്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്കൗണ്ടിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ആണോ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടത്? ഡെബിറ്റ്. സംശയമില്ലല്ലോ. ഡിസ്കൗണ്ട് അലോഡ് എക്സ്പെൻസ് അല്ലേ? അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണ്ടേ? ഓൾറെഡി ഡിസ്കൗണ്ട് അലോഡ് അക്കൗണ്ട് അപ് ടു ക്രെഡിറ്റർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് നോക്കണ്ട, ഇനിയിപ്പോൾ പറ്റില്ലല്ലോ, അത് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ എഴുതുന്നത് ശ്രദ്ധിച്ചോ. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാ? സസ്പെൻസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാ? 300. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ ആര് ക്യാൻസലായി പോവും? സസ്പെൻസ് എന്ത് ചെയ്യും? ക്യാൻസലായി പോവും. ചെറിയൊരു എക്സാമ്പിൾ കൂടെ തരാം, ശ്രദ്ധിക്കുക. ഒരു ഡെബിറ്റ് ക്രെഡിറ്റ്, ഒരു ട്രയൽ ബാലൻസ് ആട്ടോ. നിലവിൽ അത് ടാലിയാണ്. ക്യാഷും ക്യാപിറ്റലും മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ക്യാഷ് 10,000, ക്യാപിറ്റൽ എത്ര? 10,000. ടാലി അല്ലേ? അപ്പോഴാണ് നമ്മൾ ഡിസ്കൗണ്ട് അലോ ചെയ്ത്. സത്യത്തിൽ ഡിസ്കൗണ്ട് അലോ ചെയ്യുമ്പോൾ ആദ്യം എന്ത് നടക്കണം? പർച്ചേസ് ചെയ്തിട്ടൊക്കെ പറ്റുള്ളൂ കേട്ടോ. തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി ഡിസ്കൗണ്ട് അലോ ചെയ്ത്. ഡിസ്കൗണ്ട് അലൗഡായി എത്ര രൂപയെന്ന് അറിയോ? 1,000 രൂപ.
നമ്മൾ ഏത് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത്? ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത്. പക്ഷെ എവിടെ എഴുതിയില്ല? ഡിസ്കൗണ്ട് അലോഡിൽ എഴുതിയില്ല. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ എത്ര? 300 അല്ലേ നമ്മൾ പറഞ്ഞ്? അതന്നെ ആവാം. മുന്നൂറല്ലേ നമ്മൾ പറഞ്ഞ്? അല്ലേ? ഓക്കെ. അപ്പം 300 നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒമിറ്റ് ചെയ്തിട്ട് ഇതേ ഡെബിറ്റ് ക്രെഡിറ്റ്. ക്യാഷ് എത്ര എഴുതുക? 9700. സംശയമില്ലല്ലോ, ക്യാഷിൽ പോസ്റ്റ് ചെയ്തതല്ലേ. ക്യാപിറ്റൽ എത്ര എഴുതാം? 10000. ഡിസ്കൗണ്ടിൻ്റെ അക്കൗണ്ട് ഉണ്ട് അവിടെ? ഇല്ല, നമ്മൾ പോസ്റ്റ് ചെയ്താൽ വിട്ടുപോയി. അപ്പോൾ ഇവിടെ 10000 ഒരു 300 രൂപ എവിടെ കുറവുണ്ടാവും? ഡെബിറ്റിൽ കുറവുണ്ടാവും. എന്ത് പറഞ്ഞെഴുതും? സസ്പെൻസ് അക്കൗണ്ട്. ഈ ഡെബിറ്റ് ചെയ്തതിനെയാണ് നിങ്ങളിപ്പോൾ നേരത്തെ എൻട്രി എഴുതിയിട്ട് എന്ത് ചെയ്ത് ക്രെഡിറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം ഇനി പുതിയ ട്രയൽ ബാലൻസ് എങ്ങനെ ഉണ്ടാവുക? സസ്പെൻസ് മാറി അവിടെ എന്ത് വന്നോളും? ഡിസ്കൗണ്ട് അലോഡ് 300 വന്നാൽ ടാലിയോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷൻ എപ്പോഴേ വരുള്ളൂ? ട്രയൽ ബാലൻസ് ഉണ്ടാക്കിയിട്ട് ശേഷം. അപ്പോൾ അത് ടാലി ആവാതെ വരും. അപ്പോൾ സിംഗിൾ സൈഡ് എറർ ആണെങ്കിൽ ട്രയൽ ബാലൻസ് ടാലി ആവാതെ വരുമ്പോൾ ആ അക്കൗണ്ട് എവിടെ റിഫ്ലക്റ്റ് ചെയ്യും? സസ്പെൻസ്. അപ്പോൾ പിന്നെ നിങ്ങൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ ഏത് ഡെബിറ്റോ ക്രെഡിറ്റോ ഏതാവണം? സസ്പെൻസ് ആവും. നമ്മളിവിടെ എങ്ങനെ ക്രെഡിറ്റ് ആണെന്ന് മനസ്സിലാക്കിയത്? സസ്പെൻസിന് ഡെബിറ്റോ ക്രെഡിറ്റോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മറ്റേ അക്കൗണ്ടിന് എന്ത് ചെയ്താൽ ഏത് ഡെബിറ്റ് കിട്ടിയാൽ സസ്പെൻസ് എന്താവും? ക്രെഡിറ്റ് ആവും. അല്ല അത് ക്രെഡിറ്റ് കിട്ടിയാൽ അതെന്താവും? ഡെബിറ്റ് ആവും. അങ്ങനെ മനസ്സിലാക്കിയാൽ ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റത്തിൽ അല്ലേ, ഡിസ്കൗണ്ട് അലോഡ് അക്കൗണ്ട് അപ് ടു സസ്പെൻസ് എഴുതിയ. ഞാൻ അപ്പുറത്തേക്ക് പോയാൽ രസമുണ്ട്. അവിടെ സെയിം ആണെന്ന് പറഞ്ഞില്ല അല്ലേ? അല്ലേ? സിംഗിൾ സൈഡർ എന്താവുമെന്ന് ഒന്നുകൂടെ വായിച്ചാൽ, സിംഗിൾ സൈഡർ ആണെങ്കിൽ ബിഫോർ ട്രയൽ ബാലൻസ് ആണെങ്കിൽ എൻട്രി ഒന്നും വേണ്ട. അതത് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്താൽ മതി? അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഡിസ്കൗണ്ട് അലോഡ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തു. അടുത്ത് ആഫ്റ്റർ ട്രയൽ ബാലൻസ് ആണെങ്കിൽ ആര് വരും? ജേണൽ വരും. ഓക്കെ അല്ലേ? അതിൽ എങ്ങനെ റെക്ടിഫൈ ചെയ്യണം? ആ റെസ്പെക്റ്റീവ് റെലവൻ്റ് അക്കൗണ്ട്, ഇവിടുത്തെ റെലവൻ്റ് അക്കൗണ്ട് ഏതാ? ഡിസ്കൗണ്ട് അലോഡ് പ്ലസ് ഏതും വരട്ടെ? സസ്പെൻസ് അക്കൗണ്ട് വരട്ടെ. ഓക്കെ. ദെൻ സെയിം തന്നെ ഇവിടെ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നോമിനലിനെ നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം? P&L അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ. നോമിനലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നോ? ഓർമ്മ ഉണ്ടോ? ഞാൻ പറഞ്ഞിരുന്നോ? റിയൽ നോമിനൽ പേഴ്സണലൊക്കെ എടുത്തിരുന്നോ? ഓക്കെ അല്ലേ? ഇല്ല. ഓക്കെ, എന്നാൽ ഞാൻ ഇപ്പോൾ പറയാം. നോമിനൽ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? നോമിനൽ അക്കൗണ്ട് പറയുമ്പോൾ ഏതൊക്കെ? എക്സ്പെൻസും ഏതും വരും? ഇൻകംസും വരും. ഓക്കെ അല്ലേ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. അറിയില്ല, അത് മതി. പിന്നെ ഞാൻ നോട്ട് പ്രിൻ്റ് വരുമ്പോൾ അതിൽ എന്തൊക്കെ ഇല്ലാത്തൊക്കെ എടുത്ത് പോകും. അപ്പോൾ ചോദ്യം ഇതാണ്. ശ്രദ്ധിക്കുക. ഇവിടെ ഉണ്ടാ നോമിനൽ അക്കൗണ്ട് ഉണ്ടാ ഈ ജേണൽ എൻട്രിയിൽ? ഡിസ്കൗണ്ട് അലോഡ്. അതിനെ എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം? P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടായിട്ട് എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. ടു ഏതന്നെ? സസ്പെൻസ് അക്കൗണ്ട് തന്നെ. അതിൽ മാറ്റില്ല. കണ്ട? ഓക്കെ അല്ലേ? അപ്പോൾ എക്സ്പെൻസുകൾ ഇൻകംസിന് ഈ പ്രശ്നമുള്ളൂ കേട്ടോ. ലോജിക്ക് ഞാൻ വേറെ ഒരു ഹെഡിങ് ആയിട്ട് പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞൊക്കെ അതും കൂടെ പറയാനുണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? മുന്നോട്ട് പോട്ടെ. യെസ്, എഴുതിക്കോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ് ടു സസ്പെൻസ്. കഴിഞ്ഞല്ലേ? അടുത്ത എക്സാമ്പിളാണ് എക്സാമ്പിൾ 2. ഇതിപ്പോൾ ഏത് സൈഡർ എറർ ആയിരുന്നു മോള്? എക്സാമ്പിൾ 1 ഏതായിരുന്നു? സിംഗിൾ സൈഡർ അല്ലേ? എഴുതി വെച്ചാളെ. സിംഗിൾ സൈഡഡ് ആണെന്ന് എഴുതി വെച്ചാളെ. അടുത്ത എക്സാമ്പിൾ 2 ഡബിൾ സൈഡഡ് എററിന് ഒരു എക്സാമ്പിൾ എഴുതും. ഡബിൾ സൈഡഡ് എററിന് ഒരു എക്സാമ്പിൾ എഴുതും. എഴുതല്ലേ? വേജസ് പെയ്ഡ് ₹2000. വേജസ് പെയ്ഡ് ₹2000 ഫോർ മിഷനറി
for machinery debited to wages account. Wages paid ₹2,000 debited to wages. ഇത് ഏതാണ്? ഡബിൾ സൈഡ് എററാണ്. നമ്മൾ ഓൾറെഡി ഒരു പോയിൻ്റ് ഇവിടെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. ഡബിൾ സൈഡ് എറർ ആണെങ്കിൽ ആരില്ല? സസ്പെൻസ് അക്കൗണ്ട് ഇല്ല. ഓക്കെ അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. കാരണം ട്രയൽ ബാലൻസ് എന്താവും? ടാലി ആവും. പിന്നെ എന്തിനാ സസ്പെൻസ് അക്കൗണ്ട്? കോമൺ സെൻസ്. ഓക്കെ, അപ്പോൾ പറയട്ടെ. അപ്പോൾ ഇവിടുത്തെ എൻട്രി എന്താ? നമ്മൾ 3 എൻട്രി ആയിട്ട് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ കറക്റ്റ് എൻട്രി ഏതാണെന്ന് എഴുതണം, റോങ് എഴുതണം, പിന്നെ ഏതെഴുതണം? റെക്ടിഫൈ മാത്രം മതി. പിന്നെ നമ്മളൊരു പെർഫെക്ഷൻ എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് കറക്റ്റ് എൻട്രി എന്താ? വേജ് കൊടുത്തു എന്ന് കേട്ടപ്പോൾ ഇയാൾ തെറ്റിദ്ധരിച്ച് വേജസ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. പക്ഷെ മിഷനറി ഉണ്ടാക്കാനാണ് വേജ്. അപ്പോൾ ഏതാ? മിഷനറി അക്കൗണ്ട് ഡെപ്റ്റർ. അപ്പോൾ കറക്റ്റ് എൻട്രി എഴുതിക്കോ. മിഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. രണ്ടാമത്തത് റോങ് എൻട്രി, ഒരു തെറ്റായിട്ട് എഴുതിയ എന്താ? വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. മൂന്നാമത്തത് റെക്ടിഫൈ ചെയ്യാനുള്ള എൻട്രി എന്താവും? പറയും. മിഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു വേജസ്. ഓക്കെ അല്ലേ? പലതവണ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അധികം സ്ട്രെസ് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? എഴുതി പോയാൽ പോരെ? കഴിഞ്ഞില്ലേ? ചോദിക്കട്ടെ, ഇപ്പോൾ ബിഫോർ ട്രയൽ ബാലൻസ് അല്ലേ? ഈ ഒരു തെറ്റുണ്ടെങ്കിലും ട്രയൽ ബാലൻസ് എന്താവും? ടാലി ആകും. അപ്പോൾ ഇവിടുത്തെ എൻട്രി എന്തായിരിക്കും? ഇനി മറ്റൊന്നും ഞാൻ എഴുതുന്നില്ല. ഏതായിരിക്കും? സെയിം ആയിരിക്കും. എഴുതിക്കോളൂ. ഒന്നുകൂടെ എടുത്തിട്ട് എന്താ എഴുതേണ്ടത്? മിഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? വേജസ്. 2000 ഉണ്ട്. മിഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു വേജസ്. ഓക്കെ അല്ലേ? ഇവിടുത്തെ എൻട്രി പറയാൻ പറ്റും ആർക്കെങ്കിലും? എവിടുത്തെ? മൂന്നാമത്തെ അല്ലേ? മൂന്നാമത്തെ എങ്ങനെ ഉണ്ടാവുക? വേജസ് ഒരു നോമിനൽ അല്ലേ? നോമിനലൊക്കെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? P&L അഡ്ജസ്റ്റ്മെൻറ്റ്. ക്ലോസിങ് എൻട്രി ഞാൻ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഓപ്പണിങ് എൻട്രി, ക്ലോസിങ് എൻട്രി ഇല്ലല്ലോ. ഉണ്ടാ? ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ ഓർമ്മ ഉണ്ടാവും അല്ലേ? ഓക്കെ, എൻ്റെ ഒരു ചെറിയ ലോജിക്ക് പറയട്ടെ. ഒരു വർഷാവസാനം കഴിഞ്ഞാലേ പിന്നെ എന്തിനെക്കുറിച്ച് ചിന്തയില്ല? എക്സ്പെൻസിനെ കുറിച്ച്, ഇൻകംസിനെ കുറിച്ചും ചിന്തയില്ല. കാരണം എന്താ? അക്കൗണ്ടിങ്ങിലെ മാച്ചിങ് കോൺസെപ്റ്റ് പ്രകാരം ഒരു വർഷത്തെ എക്സ്പെൻസും ഇൻകം കൂടെ മാച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റോ ലോസോ കിട്ടും. അത് നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂടെ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. മനസ്സിലാവണ്ട? ഇപ്പോൾ 2026 25 നമ്മളുള്ളത്. നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ എക്സ്പെൻസും ഇൻകംസും എന്ത് ചെയ്യണ്ട? പറയേണ്ടതില്ല. മോനെ, നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ മതി? കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റാണോ ലോസാണോ എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ അല്ലേ? പക്ഷേ അസറ്റുകളും ലയബിലിറ്റി അങ്ങനെയാണോ? അല്ല. അസറ്റും ലയബിലിറ്റി ഇവിടെ ഉണ്ടാവും. എക്സ്പെൻസും ഇൻകംസും എന്തായി മാറും? എക്സ്പയറായി അതിൻ്റെ നെറ്റ് ഇമ്പാക്റ്റ് ഏതാവും? പ്രോഫിറ്റോ ലോസോ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം നടന്നല്ലേ. ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? മിഷനറി പർച്ചേസ് ചെയ്തപ്പോൾ വേജസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് എഴുതി. പർച്ചേസ് ചെയ്തല്ല, മിഷനറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേജസ് കൊടുത്തപ്പോൾ. അപ്പോൾ ട്രയൽ ബാലൻസിന് ശേഷമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എൻട്രി തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ ഈ എൻട്രി ചെയ്ത് എന്താ ഗുണം? ഒരു മിഷനറി പുതിയ ബാലൻസ് ഷീറ്റിൽ വരും അല്ലേ? വേജസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനും പറ്റും. വേജസ് കുറയല്ലേ ചെയ്യുക അല്ലേ? പക്ഷേ ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷമാണെങ്കിൽ പിന്നെ വേജസ് എന്ന് പറഞ്ഞ് എഴുതാൻ കഴിയില്ല. കാരണം എന്താ? കഴിഞ്ഞ കൊല്ലം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? വേജസ് എവിടെ തെറ്റായിട്ട് കാണിച്ചിട്ടുണ്ട്? ട്രേഡിങ് അക്കൗണ്ടിൽ. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ചോദിക്കുക അങ്ങോട്ട് അടുത്ത്, ഈ ചിന്തിച്ചോട്ടോ, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ എഴുതി തരാം. നമ്മൾ ചിന്തിക്കാൻ പറ്റുമോ നോക്കി നോക്ക്. ട്രേഡിങ് അക്കൗണ്ടിൽ ഈ 2000 രൂപ അമിതമായി വേജസ് ആയിട്ട് ട്രീറ്റ് ചെയ്തില്ലേ? നമ്മൾ ശ്രദ്ധിക്കണ്ട. ട്രേഡിങ് അക്കൗണ്ടിൽ ഈ 2000 രൂപ അമിതമായ വേജസ് ആയിട്ട് ഡെബിറ്റ് ചെയ്തില്ലേ?
ഇല്ലാത്തൊരു എക്സ്പെൻസ് കാണിക്കല്ലേ ചെയ്ത്. അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് കൂടിയോ കുറഞ്ഞോ? കുറയും. ഇക്കാരണത്തെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ നമുക്കിതൊരു പ്രോഫിറ്റ് അല്ലേ ശരിക്കും? അല്ലേ? ആ പ്രോഫിറ്റിനെയാണ് നിങ്ങൾ ഇങ്ങനെ എൻട്രി ചെയ്തുന്നത്. എന്ത് എൻട്രി ചെയ്യുക? മിഷനറി അക്കൗണ്ട് അപ്റ്റർ ടു ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എത്ര എമൗണ്ട്? 2000 അല്ലേ? ഇനി ഒരു രസമുണ്ട് കേട്ടോ, പറഞ്ഞേരേ. ഇത് ഏത് വർഷത്തിലുള്ളത്? ഇതൊക്കെ ഏത് വർഷത്തിലാണ് ചെയ്യുക? 2025 ചെയ്യുക. കാരണം രണ്ടും ട്രയൽ ബാലൻസും ഫൈനൽ അക്കൗണ്ടിനൊക്കെ മുൻപല്ലേ. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ 2025 കഴിഞ്ഞു. പിന്നെ എന്നാണ്? 2026 ഈ എൻട്രി എഴുതുക. മനസ്സിലായ? അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? എക്സ്പെൻസും ഇൻകംസും പറയാത്തത്. പക്ഷെ മിഷനറി അങ്ങനെയല്ല. ഓക്കെയാണോ? ഇനി ഒരു രസമുണ്ട്. ഇതിന് മറ്റൊരു എൻട്രി ഉണ്ട്. ഇത് സത്യത്തിൽ പ്രോഫിറ്റാണോ ലോസാണോ? ഈ 2000 പ്രോഫിറ്റാണ്. സംശയമില്ലല്ലോ. എങ്ങനെ പ്രോഫിറ്റ് ആവുക? ഇല്ലാത്തൊരു എക്സ്പെൻസ് കഴിഞ്ഞെല്ലാം കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോഫിറ്റിനെ കുറച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റിന് അടുത്ത കൊല്ലം എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ ഇതൊരു പ്രോഫിറ്റാണ് അല്ലേ? ഇനി ഈ പ്രോഫിറ്റ് എവിടേക്കാവും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക? ഫൈനൽ അക്കൗണ്ട്. 2026 ഉണ്ടാക്കുന്ന P&L അക്കൗണ്ടില്ലേ, അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ അല്ലേ? ഇത് ക്രെഡിറ്റ് അല്ലേ? അതാ കണ്ടോ, 2026 P&L അക്കൗണ്ടിൽ ഇതെവിടെ എഴുതും? ബൈ P&L എന്ന് പറഞ്ഞിട്ട് 2000 എഴുതും. P&L അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ജേണൽ എൻട്രി ഉണ്ടല്ലോ ഇവിടെ. എന്താ എൻട്രി? അതും കൂടെ പറയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആഫ്റ്റർ ടു P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2000 എഴുതും. കണ്ട? അപ്പോൾ ഈ എൻട്രി നമ്മൾ സാധാരണ എഴുതേണ്ടതില്ല. പക്ഷെ നമുക്ക് ലോജിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എഴുതുക. കണ്ടില്ലേ? ക്രെഡിറ്റ് ചെയ്ത ഈ സാധനത്തിന് നമ്മൾ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഡെബിറ്റ്. അപ്പോൾ പ്രശ്നം തീർന്നില്ല. അപ്പോൾ കഴിഞ്ഞ കൊല്ലം പ്രോഫിറ്റ് എന്ത് ചെയ്ത്? കുറച്ച് കാണിച്ച്. ഇക്കൊല്ലം പ്രോഫിറ്റ് എന്ത് ചെയ്ത്? കൂട്ടി കാണിച്ച്. അതിനാണ് നമ്മളെല്ലാ എക്സ്പെൻസും ഇൻകംസും എവിടെ ഇടുന്നത്? P&L. അപ്പോൾ P&L അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് മാത്രമല്ല, ഒരു 10-15 വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒക്കെ അവിടെ ഉണ്ടാവും. എന്നിട്ട് നെറ്റ് എമൗണ്ടാണ് എന്തായിട്ട് പോവുക? ഈ P&L പോവുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വേജസ് എഴുതിയാലും കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇവിടെ 2 എന്തെഴുതാം? വേജസ് എഴുതാം. അപ്പോൾ എന്താ ഉണ്ടാവുക? 2026 ഒരു അഡീഷണൽ വേജസും കൂടെ എന്ത് ചെയ്യും? വരും. പക്ഷെ അത് ചോദ്യം ചെയ്യാൻ ഇടയാവും. കൺഫ്യൂഷൻ കൂടുതൽ വരും. ഓക്കെയാണോ? ക്ലിയറാണോ? ഇത് മനസ്സിലായ ആളുകളൊന്ന് കൈന്തിച്ചാൽ സത്യസന്ധമായിട്ട് കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റിയവർ. ഓക്കെ, ഈ വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടോക്കും കേട്ടോ. എന്നാ ഒന്ന് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഭാഗത്താണ് പറയേണ്ടത്? ഈ എൻട്രിയിൽ വ്യത്യാസമുണ്ട്. ഇത് പ്രോഫിറ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ എവിടെ എന്ത് കൈവന്തിക്കാതിരുന്നത്? എവിടെ ഡൗട്ടുള്ളത് നിനക്ക്? ഏത് ഭാഗം? ലാസ്റ്റ് ഭാഗം പറഞ്ഞ ഈ എൻട്രി ഓക്കെയാണോ? പിന്നെന്താ? ഇത് എഴുതിയതാ? ഇത് 2026 P&L. ഇത് പ്രോഫിറ്റാന്നുള്ളത് മനസ്സിലായ? എങ്ങനെ പ്രോഫിറ്റ് ആവുക? കഴിഞ്ഞ കൊല്ലം ട്രേഡിംഗ് അക്കൗണ്ടിൽ വെറുതെ എന്ത് ചെയ്തു? ഒരു എക്സ്പെൻസ് കാണിച്ച്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് അന്ന് എന്ത് ചെയ്തു? കുറഞ്ഞു. പിന്നെ നമ്മൾ മനസ്സിലാക്കി എന്താ അവിടെ എഴുതണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പ്രോഫിറ്റാണ് അല്ലേ? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എവിടെ എഴുതുക? ഡെബിറ്റിലാണോ എഴുതുക? ക്രെഡിറ്റിലാണോ എഴുതുക? ക്രെഡിറ്റ്. അപ്പോൾ 2026 P&L ഒരു P&L അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ട് അന്ന് കാണിച്ച എക്സ്പെൻസിന് പകരം, അന്ന് കാണിച്ച എക്സ്ട്രാ കോസ്റ്റിന് പകരം ഇവിടെ അത് എന്തായിട്ടെടുത്ത്? ഇൻകായിട്ടെടുത്ത് പ്രോഫിറ്റ് കൂടും. എന്നത്തെ പ്രോഫിറ്റ് കൂടും? 2026. 2025 പ്രോഫിറ്റ് ഈ ഒരു തെറ്റ് കാരണം കുറഞ്ഞിരിക്കല്ലേ? അപ്പോൾ 2026 എത്തുമ്പോൾ അതെന്ത് ചെയ്യണം? കൂട്ടി കാണിക്കണം. ഓക്കെ, അപ്പോൾ എഴുതിയാ? നിങ്ങൾ ഇത് ഫുള്ള് എഴുതിയാ?
ഓക്കെ, അപ്പോൾ ഡബിൾ സൈഡറിൻ്റെ മറ്റൊരു എക്സാമ്പിൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി സിംഗിൾ സൈഡ്, ഡബിൾ സൈഡ്. നമുക്ക് 1-2 എക്സാമ്പിൾ കൂടെ. എക്സാമ്പിൾ ഏതാ? 3 എഴുതിക്കോളാം. എക്സാമ്പിൾ 3 ഒരു സിംഗിൾ സൈഡർ തന്നെ മറ്റൊരു എക്സാമ്പിളാണ്. സിംഗിൾ സൈഡഡ് എററാണ്. എഴുതാം. റെൻറ്റ് പെയ്ഡ് ₹1000. റെൻറ്റ് പെയ്ഡ് ₹1000. omitted to credit in cash account. അപ്പോൾ റെൻറ്റ് ജേണൽ എൻട്രി കറക്റ്റ് എഴുതിയിട്ടുണ്ടാവും അല്ലേ? എന്താ? റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. റെൻ്റ് അക്കൗണ്ടിൽ 2 ക്യാഷ് എന്ന് എഴുതിയിട്ടുണ്ടാവോ? ഞാൻ കുത്തും വന്നിട്ടാ. റെൻ്റ് അക്കൗണ്ടിൽ 2 ക്യാഷ് എഴുതിയിട്ടുണ്ടാവില്ലേ ചെങ്ങായി? അതിന് വലിയ ഇതൊന്നും വേണ്ട, കോമൺ സെൻസ് മതി. എവിടെ പ്രശ്നമുള്ളത്? ക്യാഷിലല്ലേ ഒമിറ്റ് ചെയ്തുള്ളേ അല്ലേ? റെൻറ്റിൽ ഒമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഒമിഷൻ അല്ലേ? അങ്ങനെയാണ് നിങ്ങൾ രണ്ടിടത്ത് എഴുതേണ്ടത്. അപ്പോൾ അത് സിംഗിൾ സൈഡ് എറർ ആവില്ലല്ലോ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ വിചാരിക്കേണ്ട ഓ ക്യാഷിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ റെൻറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഡെബിറ്റും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള ചിന്തകളാണോ പോകേണ്ടത്? അല്ല. അപ്പോൾ ഇവിടെ ഈ പ്രശ്നം തീർക്കാൻ എന്ത് ചെയ്താൽ മതി? ക്യാഷിൻ്റെ അക്കൗണ്ടിൽ അല്ലേ, ക്യാഷിൻ്റെ അക്കൗണ്ടിൽ എന്തെഴുതിയാൽ മതി? ബൈ എന്താ ഒമിറ്റഡ് ടു പോസ്റ്റ്. എത്ര എമൗണ്ട്? 1000 എഴുതിയാൽ പോരെ? പക്ഷെ എഴുതുമ്പോൾ ഇങ്ങനെ അക്കൗണ്ട് വരച്ച് എഴുതുകയാണോ ചെയ്യുക? സെൻറ്റൻസ് ആയിട്ട് എഴുതുക. എന്താ പറയും? ക്രെഡിറ്റ് ക്യാഷ് അക്കൗണ്ട് ആസ് ബൈ ഒമിറ്റഡ് ടു പോസ്റ്റ് ₹1000 എഴുതറ. ബൈ ഒമിറ്റഡ് ടു പോസ്റ്റ് ₹1000. എന്തെഴുതണം മക്കളെ? എന്തെഴുതണം? അടുത്തത് ഇത് കഴിഞ്ഞില്ലേ? അടുത്ത എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ഒരു തെറ്റ് കാരണം ട്രയൽ ബാലൻസ് ടാലി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ആര് വരും? സസ്പെൻസ് വരും. സസ്പെൻസിന് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ ചോദിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ക്യാഷിന് എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യല്ലേ ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ ക്യാഷിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം തീരുമാനിച്ചില്ലേ? അല്ലടാ, ഡെബിറ്റ് ചെയ്യേണ്ടത് ആരായിരിക്കും? സസ്പെൻസിന്. എൻട്രി എന്താ? സസ്പെൻസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് ആയിരുന്നു. സസ്പെൻസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ്. ക്ലിയർ മക്കളെ? അപ്പുറത്തെ എൻട്രി എന്താവും? സെയിം. എന്നൊരു പോയിന്റ് ഉണ്ട്. എന്താ? നോമിനൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്തെഴുതണം? ഇവിടെ നോമിനൽ അക്കൗണ്ട് ഉണ്ടാ? ഇല്ല ഇല്ല ഇല്ല. സസ്പെൻസ് നോമിനലല്ല. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? സസ്പെൻസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഏതെന്നെ മതി? ക്യാഷ്. സെയിം എൻട്രി. സസ്പെൻസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ്. സസ്പെൻസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ്. എഴുതടുത്ത് ഒരു ഡബിൾ സൈഡർ എററാണ്. എഴുതാം. ഡബിൾ സൈഡറാണ്. ഡബിൾ നിട്ടാൽ മതി. സെയിൽ ഓഫ് ഗുഡ്സ്. എഴുതാം. സെയിൽ ഓഫ് ഗുഡ്സ് ടു മിസ്റ്റർ എ was wrongly posted to Mr. B's account. Wrongly posted to Mr. B's account. സിറ്റുവേഷൻ മനസ്സിലായ? എന്താ ജേണൽ എൻട്രി?
എക്ക് സെയിൽ ചെയ്തുള്ള എൻട്രി പറയും മക്കളെ. എസ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് എഴുതിയ ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? സെയിൽ ഓഫ് ഗുഡ്സ് ടു മിസ്റ്റർ എ വാസ് റോങ്ലി പോസ്റ്റഡ് ടു മിസ്റ്റർ ബി. എന്നിട്ട് ഇവരെ എവിടെ കൊണ്ടുപോയിട്ട് എഴുതിയത്? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി ഞാൻ എഴുതുന്നില്ല, ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ്. സെയിൽ ചെയ്തുള്ള എൻട്രി ആലോചിക്കുക. എന്താ? എസ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് അല്ലേ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാ? അപ്പോൾ ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ചോ, എസ് അക്കൗണ്ട് ഡെപ്റ്റർ. കുഴപ്പമുണ്ടാ? ഓക്കെ. എത്ര എമൗണ്ട് എന്ന് എഴുതിയില്ലേ? ഒരു 100 എഴുതിക്കോ. ഇനി ഇവരിപ്പോൾ എവിടെ കൊണ്ടുപോയിട്ട് ഇത് പോസ്റ്റ് ചെയ്ത്? ബിയുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്ത്? 2 സെയിൽസ് വർക്ക് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ബീനെ എന്താ ചെയ്ത്? ഡെബിറ്റ് ചെയ്ത്. ഏനെ ഡെബിറ്റ് ചെയ്യണോടത്ത് ആരെ ഡെബിറ്റ് ചെയ്ത്? ബീനെ. അപ്പോൾ ആ ബീനെ ഇനി എന്ത് ചെയ്യേണ്ടി വരും? ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ 2 എന്ത് എഴുതണം? ബീസ് അക്കൗണ്ട് അല്ലേ? അപ്പോൾ എൻട്രി എന്താ? എസ് അക്കൗണ്ട് അപ്റ്റർ ടു ബീസ് അക്കൗണ്ട്. എസ് അക്കൗണ്ട് അപ്റ്റർ ടു ബീസ് അക്കൗണ്ട്. മക്കൾ അപ്പുറത്തെ എൻട്രി എന്താ? ട്രയൽ ബാലൻസ് ടാലി ആവാതിരിക്കില്ലല്ലോ. അപ്പോൾ സെയിം സാധനം തന്നെ എഴുതും. എന്താ? എസ് അക്കൗണ്ട് അപ്റ്റർ ടു ബീസ് അക്കൗണ്ട്. അപ്പുറത്തെ എൻട്രി സെയിം എസ് അക്കൗണ്ട് അപ്റ്റർ ടു അല്ലേ ബീസ്. അവിടെ എന്താ പോയിന്റ് ഓർക്കേണ്ടത്? നോമിനൽ ഉണ്ടെങ്കിൽ ആരോട് റീപ്ലേസ് ചെയ്യണം? പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ്. ഒരെണ്ണോട് എഴുതിയിട്ട് നമുക്ക് ടോപ്പിക്ക് അവസാനിപ്പിക്കാം. എക്സാമ്പിൾ ഏതാ? 5. ഡബിൾ സൈഡഡ് തന്നെ ആവട്ടെ. ഡബിൾ സൈഡഡ്. wages paid rupees 500 wrongly treated as salary paid. Wages paid is wrongly treated as salary paid. വേജസ് അടച്ചത് എന്തായിട്ട് ട്രീറ്റ് ചെയ്തു? സാലറി ആയിട്ട് എന്ത് ചെയ്തു? ട്രീറ്റ് ചെയ്തു. ഓക്കെ. ഓക്കെ മക്കളതിനെ നമുക്ക് 3 എൻട്രി ആയിട്ട് എഴുതി വെക്കാം. ഏതാ? ഫസ്റ്റ് കറക്റ്റ് എൻട്രി എന്താ? വേജസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. തെറ്റായ എൻട്രി എന്താ? സാലറി അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഒരു സമയം തരാം, ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇവിടെ. പിന്നെ കറക്റ്റ് ചെയ്യാനുള്ള എൻട്രി എന്താ? വേജസ് അക്കൗണ്ട് അപ്റ്റർ ടു ഏതാണ്? സാലറി. ഞാൻ പറഞ്ഞു നമുക്ക് ഏത് എൻട്രി മാത്രം മതി? ഈ എൻട്രി മാത്രം മതി കേട്ടോ. പക്ഷേ നമ്മൾ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി എഴുതി വെക്കുന്നു. അപ്പുറത്തെ എൻട്രി എന്താവും? ഡബിൾ സൈഡറാ. ഏതാ? സെയിം. എന്താ? വേജസ് അക്കൗണ്ട് അപ്റ്റർ ടു ഏതന്നെയാണ്? സാലറി. അപ്പുറത്തെ എൻട്രി എന്താ? സെയിം ബട്ട് നോമിനൽ അക്കൗണ്ട് റീപ്ലേസ്ഡ് വിത്ത് വേജസ്. ഏത് അക്കൗണ്ടാ? നോമിനൽ. സാലറി ഏത് അക്കൗണ്ടാ? നോമിനൽ. അപ്പോൾ എൻട്രി എന്താ വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എന്താ? രണ്ടും എന്ത് ചെയ്യണ്ട? എഴുതേണ്ട ആവശ്യമില്ല, എൻട്രിയുടെ ആവശ്യം ഇല്ല. പക്ഷെ എക്സാമിന് ഒന്നാം കൂടെ എഴുതി വെക്കണം. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറയട്ടെ. ഒരു 500 രൂപ അല്ലേ വേജസ് കൊടുത്ത്? അത് വേജസ് ആയിട്ട് ട്രേഡ് അക്കൗണ്ട് കാണിച്ചില്ല, പകരം P&L അക്കൗണ്ടിൽ കാണിച്ചു. അതുകൊണ്ട് പ്രോഫിറ്റ് കൂടുകയോ കുറയുകയോ ചെയ്തോ? ഇല്ല. മനസ്സിലായ? ഒരു എക്സ്പെൻസിന് പകരം മറ്റൊരു എക്സ്പെൻസ് വന്നു. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത കൊല്ലം ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പ്രോഫിറ്റ് സ്റ്റിൽ എന്താണ്? അതിനെ കൊണ്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ.